യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ തന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച മിടുക്കനായ പ്രവർത്തകനെയാണ് പ്രസ്ഥാനത്തിന് നഷ്ടമായതെന്ന് അമൽ ബാബു അനുസ്മരണത്തിൽ ഷാഫി പറമ്പിൽ MP പറഞ്ഞു. മൂവാറ്റുപുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അമൽ ബാബു അനുസ്മരണവും സ്മൃതി മണ്ഡപ അനാച്ഛാദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. അന്തരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ നഗരസഭ മുൻ കൗൺസിലറുമായ അമൽ ബാബുവിന്റെ അനുസ്മരണാർത്ഥം പണിതീർത്ത സ്മൃതി മണ്ഡപത്തിന്റെ അനാച്ഛാദനവും അനുസ്മരണ സമ്മേളനവും നടത്തി. അമൽ ബാബു മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കുര്യൻമലയിലാണ് സ്മൃതി മണ്ഡപം പണിതീർത്തിരിക്കുന്നത്. സ്മൃതി മണ്ഡപത്തിന്റെ അനാച്ഛാദന കർമ്മം KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. അമൽ ബാബു മരിക്കുന്നില്ല, ജീവിക്കുന്നു നമ്മളിലൂടെ, നമ്മളിലൊഴുകും ചോരയിലൂടെ. അമൽ ബാബു നേതാവേ, അമൽ ബാബു നേതാവേ, നീ ചെയ്ത നന്മകളെല്ലാം, ആയിരം റോസാപ്പൂവായി ഈ മണ്ണിൽ വിരിയൂട്ടോ. തന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച മിടുക്കനായ പ്രവർത്തകനെയാണ് പ്രസ്ഥാനത്തിന് നഷ്ടമായതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഉള്ള ദിവസം KPCയിൽ വന്നിട്ട് ഇങ്ങനെ റൂമിൽ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പം പലതരത്തിൽ ആളുകൾ ഫോട്ടോ എടുക്കാറുണ്ട് തോളുമായിട്ട്. അപ്പം ഒരു കൈ നെഞ്ഞിൽ വെച്ചിട്ടും മറ്റേ കൈ തോളിൽ വെച്ചിട്ടും അങ്ങനെ ചിരിച്ച് പ്രിയപ്പെട്ട MLA പറഞ്ഞ പോലെ വളരെ പ്ലസൻ്റായി ഒരു പോസിറ്റീവ് വൈബ് എനർജി നമുക്ക് എല്ലാവർക്കും പകർന്നു തന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ വിട്ടു പിരിഞ്ഞു പോയത്. എത്രയാകെ വയസ്സ്? 34 വയസ്സ് എന്ന് പറയാം. 34 വയസ്സ് എന്താ? 34 വയസ്സുള്ള ഒരാൾ മരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഗമത്തിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അത് അനുസ്മരിക്കേണ്ടി വരുന്ന ആരെങ്കിലും ചിന്തിക്കുമോ? ആരെങ്കിലും ഒരു വിദൂര സ്വപ്നത്തിൽ പോലും അങ്ങനെ അപ്പം അങ്ങനെ ഒരു രോഗിയായിട്ടുള്ള ആളോ അതല്ലെങ്കിൽ അങ്ങനെ കിടപ്പിലായിട്ടുള്ള ഒരാളോ അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് അമൽ പോയി അല്ലെങ്കിൽ അമൽ മരിച്ചു പോയി എന്നുള്ളത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളായിരിക്കും ഇവിടെ മുമ്പിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ആളുകൾ. 34 വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ നമ്മൾ വിട്ട് പിരിഞ്ഞു പോവുക. അതിൽ തന്നെ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ സമയം എടുത്ത് നോക്കിയാൽ ചിലപ്പം 10-15 വർഷം 2011 പറഞ്ഞപ്പോൾ സഹപ്രവർത്തകർ KSU പ്രവർത്തനം തുടങ്ങി. ഈ സമയം വരെയുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഇടക്ക് ബഹുമാന്യനായ MPയും MLAയും രണ്ടുപേരും സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ആ ചുരുങ്ങിയ സമയത്തിൻ്റെ ഇടയ്ക്ക് അയാൾ എത്രത്തോളം ഇമ്പാക്റ്റ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ പദവിയുടെ ഒരു കനമെടുത്ത അപ്പം നമ്മൾ അനുസ്മരിക്കുന്നത് ഒരു KPC ഭാരവാഹി പ്രസിഡന്റിനെയോ MLAയോ MPയോ മന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പദവിയുടെ പേരിലല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു മുൻ നഗരസഭാ കൗൺസിലറുടെ അനുസ്മരണ സമ്മേളനം എന്നുപോലും അല്ല. നമുക്കെല്ലാവർക്കും അറിയാം അമലായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേരുന്നത്, അമലായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്, അമലായതുകൊണ്ടാണ് നമുക്ക് ആ ഓർമ്മകൾ നമ്മളെ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത്. ശേഷം ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഞങ്ങളെല്ലാം ഫുട്ബോൾ ക്ലബിന്റെ ഈ 40 ദിവസം മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്ന് നടത്തുന്ന ഫുട്ബോൾ പ്രദർശനം എന്ന് പറയുമ്പോൾ അതൊരു സംഘടന അല്ലാതെ അതൊരു സംഘടനയാണ്. അവിടെ കസേര വർക്കിയിടുന്നത് അമലാണ്. അവിടെ കസേര വർക്കിയിട്ട് ഇനി അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കളി കാണാൻ വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്ന അമലായിരിക്കും. മെസ്സിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചാണ് അവസാനം, ആ കളിക്ക് ശേഷമാണ് മെസ്സി. അപ്പം ഈ തരത്തിൽ നമുക്കെല്ലാം വലിയ ഓർമ്മകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അമൽ ബാബു എന്ന് പറയുന്ന മൂവാറ്റുപുഴയുടെ ഇതുവരെ ഇന്നുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ സംഘടനാ രംഗത്തുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലോ BJPയിലോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അമലൊരു വികാരം തന്നെയാണ്. ഞാനിത് കുര്യന്മലയിൽ വന്നിട്ട് പോകുമ്പോൾ MP പറഞ്ഞ അതേ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഇതുപോലൊരു മറ്റൊരു പരിപാടിയിലാണെങ്കിൽ അമലിൻ്റെ സാന്നിധ്യം എന്തുമാത്രം നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അമല് നമുക്ക് അവശേഷിപ്പിച്ചൊരു ശൂന്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്.
കുരിന്മലയിൽ ചെന്നാലും ഇനിയിപ്പം മൂവാറ്റുപുഴയിലാണെങ്കിലും നമ്മുടെ എല്ലാ കോൺഗ്രസ് പരിപാടികളിലും കോൺഗ്രസ് പരിപാടികളിലും നിറസാന്നിധ്യമായി നിന്ന് 24/7 പോലെ പാർട്ടി എന്ന് പറഞ്ഞു നിന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ശ്രീ അമൽ ബാബു. അറിയാം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അമൽ ബാബുവിന്റെ നിര്യാണം നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ പാർട്ടിയുടെ സമരങ്ങളിലും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമടക്കം നിറസാന്നിധ്യമായിരുന്നു അമൽ ബാബു എന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ സംസാരിച്ച നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമൽ ബാബുവിന്റെ പേരിൽ എല്ലാ വർഷവും ഏറ്റവും മികച്ച യുവ പൊതുപ്രവർത്തകനുള്ള ഉപഹാരം നൽകാൻ തീരുമാനിക്കുകയും അതിന്റെ ലോഗോ ഷാഫി പറമ്പിൽ MP, ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്യുകയും ചെയ്തു. വീക്ഷണം ചെയർമാൻ ജെയ്സൺ ജോസഫ്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ജിൻഷാദ് ജിനാസ്, KPCC സെക്രട്ടറി KM സലീം, DCC ജില്ലാ വൈസ് പ്രസിഡന്റ് KM പരീദ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബു ജോൺ, സുഭാഷ് കടക്കോട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ്, മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, PP എൽദോസ്, ഉല്ലാസ് തോമസ്, ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, സ്മൃതി മണ്ഡപ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനും മുഖ്യ സംഘാടകനുമായ സമീർ കോണിക്കൽ, ജിൻഡോ ടോമി, എൽദോ ബാബു വട്ടക്കാവിൽ, മുഹമ്മദ് റഫീഖ്, എബി പൊങ്ങണത്തിൽ, റംഷാദ് റഫീഖ്, സഹീർ മേനാമറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.